എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Five of Wands, Emperor energy, King of Cups, Six of Pentacles, Eight of Wands, Two of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഫൈവ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ കുറച്ച് കോമ്പറ്റീഷൻസൊക്കെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ പുതിയ ജോലിയിലേക്കൊക്കെ ശ്രമിക്കുക, അതായത് മറ്റു പുതിയ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നതിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുകയാണ് എങ്കിൽ അതിനനുസരിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ സാധാരണ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിയാൽ കിട്ടി എന്ന് പറയുന്ന രീതിയിലാണ് എങ്കിൽ സാധ്യതകൾ കുറവായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഹെവി കോമ്പറ്റീഷനുള്ള സമയമാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാത്ത പക്ഷം പുതിയ ജോലിക്കാണെങ്കിൽ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ കോമ്പറ്റീഷനുള്ള മേഖലകളിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പുതിയ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വർക്കിലാണെങ്കിലും അതിൽ നിങ്ങൾക്ക് സാധ്യത ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒത്തിരി എഫേർട്ട് ഇടണം. കാരണം ആ ഒരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട്. പിന്നെ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇമിഗ്രേഷൻ മായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റു രാജ്യത്തേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നത്, അതിനൊക്കെയുള്ളൊരു കോമ്പറ്റീഷൻ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ എന്തെങ്കിലും കോഴ്സ് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനും സാധ്യതകൾ പറയുന്നത് അവിടെയും നിങ്ങളുടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രം എന്നുള്ളതാണ്. ഒരു 25% നിങ്ങളുടെ ഭാഗത്തു നിന്നായി, ബാക്കി മുഴുവൻ ദൈവം നോക്കട്ടെ എന്നുള്ളൊരു ചിന്തയാണ് എങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആരോഗ്യപരമായിട്ടും മറ്റൊരു കാര്യം, ഇപ്പോൾ ശരീരപ്രകൃതി പറയുകയാണെങ്കിൽ വാദം ശരീരമുള്ളവർ പ്രത്യേകിച്ച് എക്സസൈസ് കാര്യങ്ങൾ മുടങ്ങാതിരിക്കുക. അപ്പോൾ നിങ്ങൾ എക്സസൈസ് അല്ലെങ്കിൽ വാദം പിത്തമൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് എക്സസൈസ് നന്നായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എല്ലിനും ഒക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ശരീരം ഇത് നിങ്ങളോട് പറയുന്നുണ്ടാവും. അതായത് ഒന്ന് എഴുന്നേറ്റ് അനങ്ങി എവിടെയെങ്കിലുമൊക്കെ നടക്കുകയോ എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളത്. കാരണം ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് എംപറർ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പുതിയ ജോലിയിൽ സാധ്യതകൾ കുറവാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ജോലിയിൽ നിങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണെങ്കിൽ, അതായത് വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റേജ് പ്രൊമോഷൻ നിങ്ങൾ ഇതിൻ്റെ ലിസ്റ്റിലൊക്കെ ഓൾറെഡി വന്നിട്ട്, ഇപ്പോൾ ബാങ്കിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലിസ്റ്റിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ പ്രൊമോഷൻ ടെസ്റ്റ് ചെയ്ത് കയറാനുള്ളതും അങ്ങനത്തെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അതിന് സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ പറയാനുള്ളതെല്ലാം നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളതാണ്. പ്രൈവറ്റ് കമ്പനീസിലൊക്കെ ആണെങ്കിൽ പ്രൊമോഷന് സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയം ആണ് ഇത് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ഒന്ന്. അതേപോലെ തന്നെ സാറ്റേണിൻ്റെ എനർജി ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആണ്. അപ്പോൾ അതായത് കർമ്മം ചെയ്താൽ അതിന് ഫലം ലഭിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്പൗസിൻ്റെ എനർജിയും സ്ട്രോങ് ആണ്. അതായത് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ പോലെ തന്നെ അവരുടെയും ജീവിതത്തിൽ ഉയർച്ച നേടുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇമോഷണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള, അതായത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വികാരധീനരാകുന്ന ഒരു രീതി, പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ആ ഒരു രീതിയാണ് എങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് കൂടുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്ക് കുറച്ച് കൂടുതൽ കെയറിൻ്റെ ആവശ്യം വരും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇമോഷണലി. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ ആ ഒരു പ്രശ്നങ്ങൾ വന്നേക്കാം. കാരണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചാൽ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരാണ് എങ്കിൽ
ആ ഒരു ബന്ധത്തിൽ ആ ഒരു ഊഷ്മളത നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളതാണ്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ പൊതുവെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള നിങ്ങളുടെ സംസർഗം, അതായത് ആളുകളെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നത്, സ്വയം മനസ്സിലാക്കുന്ന ഒരു രീതിയും ഒക്കെ അനിവാര്യമായിട്ടുള്ളൊരു സമയമാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് മെമ്മറീസ്, അതായത് ഓർമ്മകൾ, നിങ്ങളുടെ പ്രത്യേകിച്ച് മാതാവ് മരിച്ചു പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഓർത്ത്, അതിനൊരു പ്രത്യേക കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നതുണ്ടാവാം. അപ്പോൾ പ്രത്യേക ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിങ്ങൾക്കൊരു ആ ഒരു ഓർമ്മകൾ നിൽക്കുന്നത് ഒരു തൃപ്തിയായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ജീവിതം മുന്നോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അത് കഴിഞ്ഞുപോയ കാലത്തിലാണത് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ മാപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് മാപ്പ് ചോദിക്കുന്നതും. അതിനുശേഷം ലീവ് ഇറ്റ്, അതായത് അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരിക്കലും തങ്ങി നിൽക്കാൻ പറ്റില്ല. പാസ്റ്റാണ്, കഴിഞ്ഞുപോയ കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള അതായത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നലുകൾ, കാര്യങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിൽ. അപ്പോൾ കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുക. കാരണം നിങ്ങൾ ഇമോഷണലി കുറച്ച് അധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവമാണ് ഓരോ സമയത്തും ഓരോ ദിവസത്തിലും വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. മെഡിറ്റേഷനോ യോഗ പോലുള്ള കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ, പാസ്റ്റിൽ തങ്ങി നിൽക്കാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരാണ് എങ്കിൽ അധികം ഒരു മുതൽ മുടക്കില്ലാത്ത രീതിയിലേക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ബിസിനസ്സിലും ഒറ്റയടിക്ക് മൊത്തം പൈസ കയ്യിൽ നിന്ന് ഇട്ടിട്ടുള്ള രീതിയിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പലതരത്തിൽ ബിസിനസ് ചെയ്യാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് പറ്റിയ രീതി എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഒന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നേരെ ഇറങ്ങുന്ന ഒരു രീതി അല്ലാതെ പതുക്കെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ പറയുന്ന പോലെ ലോണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ലോൺ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാം. പക്ഷേ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്, ബിസിനസ് ഡീലിങ്സ്, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾക്ക് സാലറി കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. 8 ഓഫ് ഫോൺസ് എനർജിയാണ്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശ യാത്രകൾ പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടെത്താനുള്ള കഴിവ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ഇമോഷൻസായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ചില സാഹചര്യത്തിൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങളത് അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ കൂടിയും അത് അക്സെപ്റ്റ് ചെയ്യാതെ അവരുടെ ഇമോഷൻസ് അങ്ങനെയാണ് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട, അതങ്ങനെയാണെന്നുള്ളത് സ്വീകരിച്ചാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന്. പിന്നെ കാരണം യാത്രകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ള ചില ആളുകളുടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നേക്കാം. അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. പിന്നെ വിദേശത്തേക്ക് പോകുന്നത്, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നത്, അവിടെ പഠിക്കാൻ പോകുന്നത്, ജോലി സംബന്ധമായിട്ട് പോകുന്നതൊക്കെ സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. വിദേശമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഒരു സമയമാണ്. അതേപോലെ 2 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വിസ, റെസിഡൻസ് പെർമിറ്റ്, വർക്ക് പെർമിറ്റ് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് ഈ മാസത്തിൽ ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എന്തോ ഒരു 2 വർഷമായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കാര്യം സാധ്യമാകുന്നു എന്നുള്ളതാണ്. അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാകാം. അതുകൊണ്ടാണ് ഇന്ന കാര്യം എന്ന് പറയാത്ത. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ട് മനസ്സിൽ, പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അതെനിക്ക് പറ്റില്ല എന്നോ, അല്ലെങ്കിൽ പ്രായമായെന്നോ, അല്ലെങ്കിൽ എനിക്കിതൊന്നും അറിയില്ല എന്നൊക്കെയുള്ള ചിന്തയായിരിക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റുക. ഇനി അതിന് സമയമുണ്ട്. ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്താൽ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സഫലമാകും. അത് ഇങ്ങനെ ആലോചിച്ചിരുന്നത് കൊണ്ടൊന്നും നടക്കില്ല.
അത് പൊതുവേ എല്ലാവർക്കും ബാധകമാണ്, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ, സ്ത്രീകൾ. അതായത് ആ ഒരു ഇനിയൊന്നും പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.